ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. പാകിസ്ഥാനിലെ ക്വറ്റയിൽ വൻ സ്ഫോടനം. 23 പേർ കൊല്ലപ്പെട്ടു, 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ചമൻ പതക്കിലാണ് ചാവേർ ആക്രമണം നടന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സൈനികർ സഞ്ചരിച്ച ജാഫർ എക്സ്പ്രസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും കലാപങ്ങളുമാണ് ഉണ്ടാകുന്നത്. എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ഈ കൊല്ലപ്പെട്ടവരെല്ലാം സൈനികരാണോ? എന്താണ് വിശദാംശങ്ങൾ ഐസൻ? അശ്വതി, ഈ കൊല്ലപ്പെട്ടവരെല്ലാം സൈനികരാണ് എന്നാണ് പ്രാഥമികമായ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്രമിയും ഒരു ആത്മഹത്യാ ബോംബറായിരുന്നു. അതായത് ചാവേറായിരുന്നു. ചാവേർ ഓടിയെടുക്കുകയായിരുന്നു ട്രെയിനിന് നേരെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഈ പരിസരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളും ചില കെട്ടിടങ്ങൾക്കും പോലും അല്ലെങ്കിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 24 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഏതാണ്ട് 50-ലേറെ പേർക്ക് 50-60ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് 80-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ആക്രമണം നടന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബലൂച്ച് ലിബറേഷൻ ആർമി ആത്മഹത്യാ ബോംബിൻ്റെ അല്ലെങ്കിൽ ആ ചാവേർ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്ന് തന്നെയായാലും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജാഫർ എക്സ്പ്രസിന് നേരെ ഉണ്ടാകുന്ന തുടർ ആക്രമണങ്ങളുടെ ഭാഗമായാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാഫർ എക്സ്പ്രസിന് നേരെ പലതവണ ആക്രമണം ഉണ്ടാകാറുണ്ട്. ഈ സൈനികർ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണത്. ആ മേഖലയിലേക്ക്, ബലൂച്ച് മേഖലയിലേക്കും മറ്റ് ആ പ്രദേശങ്ങളിലും ഖൈബർ പഖ്തൂൺഖ്വയിലേക്കൊക്കെ സൈനികരെ എത്തിക്കുന്ന ഒരു ഷട്ടിൽ സർവീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ട്രെയിൻ എന്നൊക്കെ തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു സർവീസാണ് ഈ ജാഫർ എക്സ്പ്രസ്. ഈ ജാഫർ എക്സ്പ്രസിന് പലതവണ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. 24 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പ്രാഥമികമായി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. അശ്വതി.